ഹലോ ഗായ്സ് ഐതറ നമ്മള് ഇല്ല ഒന്നുകൂടി ഇല്ല ഇത് തന്നെ നമ്മള് ഈ റെഡിയായി പോകുന്ന എവിടെയെന്ന് വെച്ചാൽ കാർ എടുക്കാൻ വേണ്ടിട്ട് പോവുകയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, നിങ്ങൾ മൈൻഡ് ആക്കണ്ട. നമ്മള് കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മാരേജിന് വേണ്ടിട്ട് ബുക്ക് ചെയ്തതാണ്, മാരേജിന്റെ സമയത്ത് കിട്ടാൻ വേണ്ടിട്ട്. പക്ഷെ അപ്പം കിട്ടിയില്ല. ഇത് യുദ്ധമൊക്കെ ആയതുകൊണ്ട് വരാൻ ലേറ്റ് ആവുമെന്നൊക്കെയാണ് അവര് പറഞ്ഞത്. അങ്ങനെ ഇതിപ്പോ ഇപ്പൊ 10-20 ദിവസം കഴിഞ്ഞല്ലേ കല്യാണം കഴിഞ്ഞിട്ട്, ഇപ്പോഴാണ് കിട്ടാൻ പോണത്. അങ്ങനെ നമ്മളത് സംഭവം എടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനിടയിൽ അമ്മേനെ അച്ഛനെ പോയി വിളിക്കണം. അതിനുശേഷം ഹാപ്പിയെ യെലോ പാലത്ത് കുഞ്ഞമ്മയുടെ അവിടെ ആക്കണം. ആരോമലിന്റെ അടുത്ത്. ആരോമൽ നല്ലതുപോലെ ഹാപ്പിനെ നോക്കിക്കോളും. ആപ്പി ക്ഷീണിച്ചിരിക്കുക ഗൈസ്. നമ്മള് ആപ്പിനെ കളങ്ങിട്ട് പോണെന്ന് ആപ്പിക്ക് മനസ്സിലായി. എവിടുത്തെ ഹാപ്പിക്ക് ഇപ്പം കാറിലേക്ക്, മുമ്പൊക്കെ കാറിലിരുന്ന് പോണത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷെ കാറിലേക്ക് ഇരുന്ന് പോകണം ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കാർ കിട്ടിയിട്ട് നമ്മൾ ടൂർ പോകും. ഹാപ്പി മൈൻഡ് ചെയ്യുന്നില്ല. ഹാപ്പിക്ക് പുച്ച വിലയാണ്. ഹാപ്പിക്ക് പകൽ ഇറങ്ങുന്നതിനെക്കാട്ടി രാത്രി പോകുന്നതാണ് ഇഷ്ടം അല്ലേ? രാത്രി പോകുമ്പോ ഹാപ്പി ജനലിന്റെ ഒക്കെ മണ്ടേ കൂടെ കയറുകയാണെങ്കിൽ അമ്മച്ചി ഇപ്പൊ ചാടിയാണ് ഗൈസ്. വേറെ മോട്ടിൽ പോയി വേണ്ടി വന്നേ. എന്തെങ്കിലും പറ ഗൈസ്. എന്റെ ഔട്ട്ഫിറ്റ് അങ്ങനെയുണ്ട്. എനിക്ക് കണ്ടിട്ട് ഇപ്പൊ വലിയ ഭംഗി തോന്നുന്നില്ല. എന്റെ അമ്മ തന്നെ ചവിട്ടി ഇറങ്ങും ഗൈസ്. ഞാൻ സ്ലീവ്ലെസ് ഒന്നും ഇട്ട് എന്റെ അമ്മയുടെ അടുത്ത് അങ്ങനെ പോയിട്ടില്ല. ഞാൻ വണ്ടി എടുത്തു വണ്ടി കിട്ടി ഗായ്സ്. വണ്ടി ഇറക്കി. നമ്മള് എന്ത് പറയാ, വണ്ടി കിട്ടിയല്ലേ? ഹാപ്പി അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഹാപ്പിയാണ്. അവര് പിറകെ വേറെ വണ്ടിയിൽ വരികയാണ് കേട്ടോ. അപ്പൊ അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളു. അപ്പം അമ്മേനെ അച്ഛനെ അതിൽ കയറ്റി. എന്റെ ഡാഡി വാങ്ങി തന്നതാണ്. നാളെ നമ്മള് ഫസ്റ്റ് അമ്പലത്തിൽ പോകും. എന്നിട്ട് വണ്ടി പൂജിക്കാൻ വേണ്ടി കൊണ്ടുപോകും കേട്ടോ. ഇതിപ്പോ ചെന്നിട്ട് അമ്മേനെ ഒന്നും കയറ്റാൻ പറ്റില്ല. അമ്മേനെ കയറ്റിക്കൊണ്ട് നമ്മള് വീട്ടിൽ കൊണ്ടാക്കണം. എന്നിട്ട് ഹാപ്പിനെ കൊണ്ട് തിരിച്ചു വരണം. ഇപ്പൊ അതാണ് സംഭവം. പിന്നെ വേറെ എന്തോ ഇപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോണൊന്നും കഴിച്ചില്ല. പിന്നെന്താ, പിന്നെ നമ്മള് ഫസ്റ്റ് ട്രിപ്പ് എങ്ങോട്ടായിരിക്കും? ആദ്യം നമ്മള് അമ്പലങ്ങളിൽ പോകും ഗൈസ്. കാരണം അമ്മ വണ്ടി കിട്ടുന്നതിന് മുമ്പേ പറഞ്ഞ് അമ്മേനെ 1-2 അമ്പലത്തിൽ കൊണ്ടുപോകണേന്നല്ലേ. നമ്മൾ സ്ഥിരം അച്ചൻകോവിലിൽ പോകും, അച്ഛൻ വരുമ്പം. അല്ലെങ്കിൽ എല്ലാ വർഷവും പോവാറുണ്ട് അച്ചൻകോവിൽ അമ്പലത്തിൽ. അപ്പോൾ അവിടെ പോകണമെന്നുണ്ട്. അപ്പോൾ അവിടെ പോകണം. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോകണമല്ലേ. വണ്ടി കിട്ടാൻ വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. നമ്മളെങ്ങും പോയില്ല. കിട്ടിയിട്ട് എവിടെയൊക്കെ പോകാന്ന് പറഞ്ഞു തന്നെയാണല്ലേ. എങ്കിലും വണ്ടി നമുക്ക് കല്യാണം കഴിഞ്ഞതേ കുറച്ച് ദിവസം എടുത്താണ് വെച്ചാൽ അയ്യോ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ദിവസം എടുത്ത്. അതേ കണക്ക് തന്നെ വണ്ടി കിട്ടിയതും കുറച്ച് സമയം എടുക്കും. നമ്മുടെ വണ്ടി നമുക്ക് എന്തോ ഒരു സാധനം കിട്ടിയായിരുന്നു കേട്ടോ അവിടെ നിന്ന്. എനിക്ക് എന്തെങ്കിലും സാധനം കിട്ടിയ അപ്പൊ പൊട്ടിക്കണം. അപ്പൊ അന്ന് പൊട്ടിച്ചു നോക്കാം. എന്റെ ഒരു നിഗമനം വെച്ചിട്ട് ടിഷ്യൂ പേപ്പർ ആയിരിക്കുമോ, ഗ്ലാസ് എന്തോ ആണ്. അപ്പോ എനിക്കൊന്ന് പേനിക്സ് എന്നൊക്കെ പേര്. നിങ്ങൾ എന്റെ വീഡിയോസ് അങ്ങനെ അധികം ആരും കാണാറില്ല. അഥവാ കണ്ടിട്ടുള്ള 1-2 പേർക്കെങ്കിലും അറിയാം. എനിക്ക് എന്തെങ്കിലും സാധനം കിട്ടി അത് ഞാൻ ചടപട എനിക്ക് പൊട്ടിക്കണം. അതെങ്ങനെ പൊട്ടിച്ചെടുക്കണമെന്നൊന്നും എനിക്കില്ല. പക്ഷെ കിരൺ അങ്ങനെയല്ല. കിരൺ ഭയങ്കര നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഓരോന്ന് എനിക്കത് അയ്യോ ഞാനത് കാണിച്ചു തരാം ഗൈസ്. ഒരു ദിവസം ഞാൻ നമ്മളെ ഹോം ടൂർ കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ കിരണിന്റെ ഒരു റൂമുണ്ട്. അവിടെ കുറെ കാറും അങ്ങനത്തെ കുറെ കളക്ഷൻസ് ആണ് ഇരിക്കുന്നത്. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു പണ്ട് തൊട്ടേ വാങ്ങിയത് നാട്ടുകാർ വാങ്ങിയ ഫോണിന്റെ കവറുകൾ ഇരിപ്പുണ്ട്. വീട്ടിലുള്ളവരും വാങ്ങിയ ഫോണിന്റെ കവറുകൾ, സ്പ്രേയിന്റെ ഒക്കെ. ഞാൻ ആലോചിച്ചു എന്തോ ആയത്. എനിക്കാണെങ്കിൽ ഇത് കാണാൻ ഞാൻ പറഞ്ഞ എടുത്ത് കളയാൻ പറഞ്ഞു. പക്ഷെ കേൾക്കുന്നില്ല. പിന്നെ എണ്ണ അടിച്ചില്ല ഗൈസ്. നമ്മള് എണ്ണ അടിക്കാം. ഇവിടെ പമ്പ് കാണാനില്ല. പക്ഷേ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. അതെ 2 കപ്പ്. നമുക്ക് കപ്പ് കിട്ടിയേ. 2 കപ്പ് വൈറ്റും ബ്ലാക്കും. ബ്ലാക്ക് എനിക്ക് നെക്സാന്നൊക്കെ എഴുതിയ ഒരു കപ്പ്. ഗൈസ് നമ്മൾ നേരെ തക്കാരത്തിലോട്ടാണ് വന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. സമയം ഇത്ര ചാവുന്നു. അപ്പൊ എന്തെങ്കിലും കഴിക്കാന്ന് വെച്ചു.
ഇതാണ് അരുൺ. പരിചയപ്പെടുത്തിയില്ലെന്ന് വേണ്ട. അമ്മ ഞെട്ടി. അമ്മയുടെ തള്ളുക. ഹായ് മമ്മി. ഞാൻ മുടി കെട്ടി വെച്ചിരുന്നപ്പോ എന്നെ കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? കിരൺ പിന്നെ ഒന്നും മോശം പറയാറില്ല. ഞാൻ എന്ത് ചെയ്താലും പറയും. പിന്നെ വെളിയിൽ ഇറങ്ങുമ്പോൾ ആൾക്കാർ പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഉള്ളത് പറഞ്ഞൂടെ? ഉള്ളത് പറയാത്തത് ഉള്ളത് പറയാത്തത് നല്ലതല്ലേ ഞാൻ പറയണത്? ഉള്ളത് ചുമ്മാ ഉള്ളത് പറയാത്തതെന്ന് വെച്ചാൽ ഉള്ളത് പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് ദേഷ്യം വരുമെന്ന് വെച്ചിട്ടാണ് പറയാത്തത് അല്ലേ? അല്ല, ഞാൻ സത്യം മാത്രമേ പറയാറുള്ളൂ. സത്യം മാത്രമേ. കിരണ് എന്തൊക്കെയോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഗിയർ ബോക്സ് ഒരു പിടുത്തം ഗിയർ മാറുമ്പോഴേ അത് പുതിയ വണ്ടി ആയോണ്ടുള്ളതാണോ എന്ന് അറിയില്ല. ആയിരിക്കും. പതുക്കെ പതുക്കെ ഒരു സാധനം കിട്ടുമ്പോഴേ അതിനെ സ്നേഹിക്കാൻ പഠിക്കണം. അല്ലാതെ ഈ വണ്ടിയിൽ എന്തൊക്കെയുണ്ട് ഓടിച്ച് ശീലമുള്ളതുകൊണ്ട് നമുക്ക് ഒരു പുതിയ വണ്ടി ഓടിക്കുമ്പോ പുതിയെന്നല്ല മറ്റൊരു വേറെ ബ്ലാക്ക് ഫ്രോക്സ് ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം മനസ്സിലാവണം അതിന്റെ നെഗറ്റീവ്. അപ്പൊ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടെന്നാണ് നീ പറയുന്നത്? അതായത് ബ്രേക്ക് ഇല്ലേ, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ബ്രേക്കിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ ഉദ്ദേശിച്ചത് എനിക്ക് വണ്ടി ഓടിക്കാൻ അറിഞ്ഞൂടാത്തോണ്ട് വണ്ടി ഒന്നും അറിയില്ല. അതുകൊണ്ടാണ് കാരണം വണ്ടിയെ പറ്റി ഒന്നും അറിഞ്ഞു. എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഇതിന് വലിയൊരു കഥയുണ്ട്, പറഞ്ഞുതരാം. ഞാൻ ഈ ഡ്രസ്സ് നമ്മൾ സേവ് ദ ഡേറ്റിന് വേണ്ടിയിട്ട് ഒരു യെല്ലോ തീമാണ് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷേ പെട്ടെന്ന് രണ്ടുപേർക്കും ഒരു ഐഡിയ ഇല്ലാതായപ്പം അല്ലെങ്കിൽ യെല്ലോ മാറ്റാം എന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ ഒരു മെസ്സേജ് കയറി. അപ്പോൾ ഇതിനും കൂടെ ഡ്രസ്സ് നോക്കാനാണ് പോയത്. അപ്പോൾ എനിക്ക് യെല്ലോ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു വേറെ ഏതെങ്കിലും കളർ നോക്കി എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഓക്കെ എടുത്തു എന്ന് പറഞ്ഞു. ഈ ബ്രൗൺ ഞാൻ കണ്ട്, ബ്രൗൺ എനിക്ക് ഇഷ്ടപ്പെട്ടു, എടുത്ത് ഞാൻ ഫോട്ടോസ് അപ്പോൾ അയച്ചു കൊടുത്ത്. ഇത് ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഓക്കെ ആണ്, നല്ല അടിപൊളി ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് വീട്ടിൽ വന്ന് സമയമായപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത പറയണേ അയ്യോ ഇത് വലിയ രസമില്ല. അപ്പോൾ ഞാൻ അയച്ചു തന്നതല്ലായിരുന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും മിണ്ടില്ല. പിന്നെ ആകെ കുറച്ച് ദിവസമുള്ളായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ സേവനത്തിൻ്റെ ഫോട്ടോസ് എന്താ ഞാൻ പെട്ടെന്ന് സവാനയെ കയറി ഒരു യെല്ലോ, പിന്നെ ഫോട്ടോഗ്രാഫറിന് അയച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഒരു യെല്ലോ, പിന്നെ ഒരു പിൻട്രസ്റ്റ് വൈബ് ഉണ്ടല്ലോ, അതിപ്പോൾ കോമൺലി ഇപ്പം കുറേ ഉണ്ട് അങ്ങനത്തെ ഫോട്ടോസ്. അങ്ങനെ നമ്മൾ അത് നോക്കിയതാണ്. അപ്പോൾ അവർ യെല്ലോ ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന്. അങ്ങനെ ഞാൻ വേറൊരു സവാനയിൽ അപ്പോൾ തന്നെ യെല്ലോ ഡ്രസ്സ് ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അതും നല്ല ഡ്രസ്സായിരുന്നു. ഇത് അന്ന് വാങ്ങിച്ച് വെച്ചിട്ട് എനിക്ക് പിന്നെ ഇടാനേ പറ്റില്ല. പിന്നെ ഞാൻ വെച്ചാൽ എവിടോട്ടെങ്കിലും പുറത്തോട്ട് പോകുമ്പോഴോ വല്ല ബീച്ചോ അല്ലെങ്കിൽ വലിയ കഫയോ അങ്ങനെ എന്തെങ്കിലും പോകുമ്പോഴാണ് പുറത്ത് എവിടെയെങ്കിലും നല്ല എന്തെങ്കിലും ഒരു തരുമ്പോൾ പോവാം എന്ന് പറഞ്ഞാണ് വെച്ചിരുന്നത്. പക്ഷേ ഇത് ഇന്നത്തേക്കാണ് ഫസ്റ്റ് ഇത് ഇത് തന്നത്. പക്ഷേ ഇന്ന് നല്ലൊരു ഡേ ആയിരുന്നു. ഇതിൽ ഉപകരിച്ചു. ഞാനിത് ഇടാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ സ്ലീവ്ലെസ് ഞാൻ പറഞ്ഞത് പുറത്ത് അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുകയാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നത്. എൻ്റെ അമ്മയുടെ ഇത് റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞത് അമ്മ പറഞ്ഞു ഇത് എന്തോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്തില്ല. അമ്മ എന്നെ ഇടയ്ക്കിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ